എല്ലാവരും അത്ഭുതപ്പെടുകയല്ലേ. കാരണം 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അയ്യപ്പ ഭക്തി. ഇവരുടെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പ ഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറി. അവിടെ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ ആളുകൾക്കെതിരായി കേസെടുത്തു. ശബരിമലയിലേക്ക് കഴിഞ്ഞ 10 വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വികസനം ഞാൻ പറഞ്ഞല്ലോ, UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് 112 ഏക്കർ വനഭൂമി വാങ്ങിച്ച് അതിന് പകരം വനഭൂമി വനവകുപ്പിന് അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പൊ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ. എങ്ങനെയുണ്ട്? ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 1. എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 2. ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല? 82 ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത്. അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ്. 10 കോടി കൊടുക്കുമെന്നാണ് പറയുന്നത് ബഡ്ജറ്റ്. അതാണ് ഈ 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 വർഷമായി കൊടുത്തിട്ടില്ല പൈസ. അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത്. അപ്പൊ ബോർഡിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുക എല്ലാ അമ്പലത്തിലെ. ഈ സ്ഥിതിയിൽ നിൽക്കുക. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഈ അയ്യപ്പ സ്നേഹം, ഈ കാപഢ്യം, ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ ഭക്തർ, വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അല്ല, ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. നമ്മളവിടെ പോകുന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇറലവന്റ് ആണ്. രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞങ്ങൾ പോകുന്നോ ഇല്ല എന്നുള്ളതല്ലല്ലോ വിഷയം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ഈ ചോദ്യങ്ങൾ ഉത്തരം ആരും പറയുന്നില്ല. ലോ മിനിസ്റ്റർ പറയുന്നില്ല, ദേവസ്വം മന്ത്രി പറയുന്നില്ല, ഒരാളും പറയുന്നില്ല. ഒരാൾ മുഖ്യമന്ത്രിക്ക് വല്ല ഉത്തരം അല്ല. മുഖ്യമന്ത്രിക്ക് അടക്കം അയ്യപ്പ ഭക്തിയാണ്. ഇവരെന്തിനാ നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്? ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് നവോത്ഥാന. അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. ആ നവോത്ഥാന സമിതിയിലെ ജാഥയിൽ മതിൽ പങ്കെടുത്ത ചേച്ചിയും ചേട്ടനും കൂടിയാണ് അവിടെ നരഹത്യ നടത്തി എന്താണ് നിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. 2 സ്ത്രീകളെ കൊന്ന് നരഹത്യ നടത്തിയത് ഈ മതിലിൽ പങ്കെടുത്തവരാണ്. ഈ മതിലാണ് നവോത്ഥാന മതിൽ. ആ നവോത്ഥാന സമിതിയുടെ നേതാക്കന്മാർ പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാലോ അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങളോടും ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ഉറച്ചു നിന്ന ആളുകളാണ് ആ കാലഘട്ടം. ഇപ്പോഴും ഞങ്ങൾ ഉറച്ചാണ് നിൽക്കുന്നത്. അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾ എന്നും സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ പിന്തിരിപ്പന്മാരെന്നും ഫ്യൂഡലിസ്റ്റുകളെന്നാണ് ഇവർ അന്ന് വിശേഷിപ്പിച്ചത്. ഇവർ പുരോഗമനവാദികൾ. ഈ പുരോഗമനവാദികൾക്ക് ഇപ്പം എന്ത് പറ്റി? ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്രയുള്ള ചോദ്യം സിമ്പിളാണ്. അല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഗവൺമെന്റ് ഓർഡർ അടിച്ചിറങ്ങുമ്പോൾ നമ്മളെ സംഘാടക സമിതിപ്പെടുത്തി നമ്മളോട് ചോദിക്കണ്ടേ? ഇപ്പൊ ഓണാഘോഷം നടന്നാലും രക്ഷാധികാരിയായിട്ട് വെക്കണമെങ്കിൽ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. എന്റെ വീട്ടിൽ വന്നൊരു ലെറ്റർ കൊടുത്ത് പുറത്തു പോയി ഞാൻ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇനി വന്നാലും ഞാൻ കാണാം, പക്ഷെ അറിയിച്ചിട്ട് വരണം. ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. അദ്ദേഹം എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. അത്ര ആയിട്ടില്ല. ആ മര്യാദ ഞാൻ ആര് വന്നാലും കാണുന്ന ആളാണ്. ആര് വന്നാലും എന്റെ ശത്രുക്കൾ വന്നാലും കാണുന്ന ഒരാളാണ്. ഒരു പരാതി എനിക്കില്ല. കാരണം നമ്മളൊരു ഔദ്യോഗിക സ്ഥാനത്ത് നമ്മൾ ഇരിക്കുകയാണ്. നമ്മളെ കണ്ട ആളുകൾക്ക് പരാതി പറയാനുണ്ടാവും, കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട. ആര് വന്നാലും കാണും. പിന്നെ നമ്മളുള്ള സമയം നോക്കി വരണ്ടേ? നമ്മളോട് പറഞ്ഞിട്ട് വരണ്ടേ? അതൊന്നും ഇല്ലാതെ വന്നിട്ട് പുറത്തു വന്ന് വാർത്ത കൊടുക്കുന്നത് ചീപ്പാണ്. അത്ര ഞാൻ പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാവരും 31-ാം തീയതി വരെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലായിരുന്നതിന് ശേഷമാണ് അവർ വന്നത്. അതൊരു പ്രോസസ്സാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കും. ഒരു ഇതുമില്ല ആ കാര്യത്തിൽ. കാലതാമസം വന്നത് ഇതുകൊണ്ടാണ്. എല്ലാവരും ദേശീയ കമ്മിറ്റി എല്ലാവരും പ്രസിഡന്റ് അടക്കം എല്ലാവരും ബീഹാറിലായിരുന്നു. അതിനുശേഷം അവർ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കാർക്കും അതിൻ്റെ അകത്ത് കാര്യമില്ല. അവരതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനിച്ച് അവർ പ്രഖ്യാപിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. എന്താണ് ഏത് രീതിയിൽ അന്വേഷിച്ച് ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ്.
ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ CPM-നെ പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് FIR ഇല്ല, കംപ്ലൈന്റ് ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്തൊക്കെയാ പറയണം CPM നേതാക്കൾ ഓരോ ഇതിലും പെടുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ബഹുമാനത്തിന്റെ ഇതുകൂടിയാണ്. അതിന്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കാൻ, എന്തു പറഞ്ഞാലും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ CPM ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി 10 കാർഡും 10 വീഡിയോയും ഇറക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട്, ഒരുപാട് കാർഡുകൾ. ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഇട്ടെന്നും പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ്, എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ഇത് ചെയ്യുന്നു. അതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളാരും. വരട്ടെ, നമുക്ക് കാണാം. സഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടാവും. അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം, അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരത്തെ എന്തിനാ പറയണത്? എനിക്കൊറ്റയ്ക്ക് പറയാൻ പാടില്ല. ഞാനാണത് പറയേണ്ട ആള്, വേറെ ആരുമല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് പറയാൻ പാടില്ല. ഞങ്ങൾ ആ സമയത്ത്, അതാത് സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കുന്നുണ്ട് നേതൃത്വം. ഈ കാര്യം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യം. കളക്റ്റീവ് ലീഡർഷിപ്പാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. UDF-നും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണുള്ളത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ തീരുമാനവും എടുക്കുള്ളൂ. ആ തീരുമാനത്തിന്റെ അത് പറയുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കും. അറിയാലോ, ഏത് തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി അത് നമ്മൾ ഏറ്റെടുക്കും. നമുക്കാണ് ഉത്തരവാദിത്വം. അതിൻ്റെ അകത്ത് എന്തു വന്നാലും നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം നമ്മളെടുക്കാതെ നമ്മളെടുക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും. തീരുമാനങ്ങളെല്ലാം എടുത്തത് ശരിയാണെന്നും ഇനി എടുക്കുന്ന തീരുമാനങ്ങളും ശരിയായ തീരുമാനങ്ങളെ എടുക്കുന്നുള്ളെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മുടെ കൺവിക്ഷനാണ് പ്രധാനം, വിശ്വാസ്യത. ഒരു പാർട്ടിയുടെ വ്യക്തികളുടെ അല്ലല്ലോ. വ്യക്തിക്കൊക്കെ എന്ത് പ്രാധാന്യം? നമ്മൾ പോയ നാളെ വേറെ ആൾ വരും. വ്യക്തിക്കല്ല, നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വിശ്വാസ്യതയുണ്ട്, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അതിന്റെ ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കും.